നമസ്കാരം. എന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടാട്ടോ ഇറങ്ങിയേക്കുന്നത്. ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ ദോശയൊക്കെ, അതുകൊണ്ട് എന്നാ വീഡിയോ എടുക്കാനാന്ന് ഓർത്തു. പിന്നെ ഡെയിലി മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തമുള്ള പരിപാടിയല്ലേ. അപ്പം നാളെ മോൻ എക്സാം ആട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചേക്കണേ. നാളെ വെള്ളിയാഴ്ച 21-ാം തീയതി CBSEയുടെ +2 എക്സാം തുടങ്ങുകയാണ്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്കും ഉണ്ട്, എൻ്റെ ആങ്ങളയുടെ മോനുണ്ട്, അവൻ്റെ പേര് സൂര്യൻ. അപ്പം ഞാൻ 2 മക്കൾക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചേക്കണേ. പിന്നെ ലോകത്തുള്ള എന്തോരം മക്കളാണ്, ലോകത്തല്ല കാണുമല്ലേ, എല്ലാ രാജ്യത്തുമൊക്കെ കാണുമായിരിക്കും. CBSE ഇല്ലയെന്ന് തോന്നുന്നു, ഇന്ത്യൻ സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണേലും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റണം, അത്രയേ ഉള്ളൂ. പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മ വന്ന് അല്ലേ. അപ്പം ഇന്ന് ഞാനേ ഈ വീഡിയോ ഇടുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കിഷ്ടമുള്ളൊരു യൂട്യൂബറാണ് ദീപ്തി ടീച്ചറല്ലേ, സീതത്തോടുള്ള ദീപ്തി ടീച്ചർ. അതായത് ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാർ ഇങ്ങനെയാന്നുള്ള വീഡിയോ, ഭയങ്കര നാച്ചുറലായിട്ടുള്ള വീഡിയോക്കാരാണ് അല്ലേ. എനിക്ക് ആ പുള്ളിക്കാരിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി നല്ല രീതിയിൽ നല്ലൊരു ടീച്ചറാണ്. ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പാവങ്ങളെ ഒത്തിരി സഹായിക്കുന്ന കുട്ടിയാണ്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഞാനിതൊരു ദിവസം ഈ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയ്ക്കകത്ത് ഒരു ദിവസം വന്നപ്പോഴാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇത് മൊത്തം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടീനെ എന്താണോ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം 18-ാം തീയതി അല്ലായിരുന്നോ ആ മോളുടെ കല്യാണം. കുഞ്ഞുവാവ എന്ന് പറയുന്ന ആ പയ്യൻ കൂടെ അവരുടെ വീട്ടിലൊക്കെയുള്ള ജോലിക്ക് വന്ന പയ്യനാണ് കല്യാണം കഴിച്ചത്. നല്ലൊരു കുടുംബജീവിതം ആദ്യം ആശംസിക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിത് പറയാൻ വന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്ന്. രണ്ടാമത് സത്യസന്ധമായൊരു പെൺകുട്ടിയാണ് അവരുടെ ഒരു ജെന്യൂനായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നു. കുറേ കോഴികളും കുറേ ഫാമും മുട്ടക്കച്ചവടം. അവരുടെ വൈറലായൊരു വീഡിയോ എനിക്ക് തോന്നുന്നത്, ജോലിക്ക് പോയിട്ട് ടീച്ചർ പണിക്ക് പോയിട്ട് വന്നിട്ട് മുട്ട കച്ചവടം ചെയ്യാൻ മാർക്കറ്റിൽ പോകുന്നതും ആ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നത്. എനിക്കത് ഭയങ്കരമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. പിന്നെ അത് തന്നെയല്ല, എല്ലാവരും കാണുന്ന ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേര് സബ്സ്ക്രൈബർമാരുള്ള ഒത്തിരി വലിയ ചാനലാണ് അതിപ്പം. ടീച്ചറിൻ്റെ നാട്ടിൻപുറത്തെ രീതികളും, പശുവിനെ മേച്ചുകൊണ്ട് നടക്കുന്നതും, കുറേ പട്ടികളും ഒക്കെ ഉണ്ട് വീട്ടിൽ, അതിനെയൊക്കെ വളർത്തുന്നതും ഒക്കെ ഇല്ലേ നമ്മൾ കാണുന്നതല്ലേ ഇല്ലേ. വീട്ടിലെ സാഹചര്യം, വീട്ടിലെ നല്ലൊരു സന്തോഷകരമായ ആങ്ങളെയും അച്ഛനും നാത്തൂനും അമ്മയും എല്ലാവരും നല്ല സന്തോഷമുള്ള, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയാണ് ഈ ദീപ്തി ടീച്ചർ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെയുള്ള പാവങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുന്നില്ല, അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയും വിദ്യാഭ്യാസം, കുഞ്ഞു പിള്ളേരെ സഹായിക്കുകയും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ, പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, കാട്ടിക്കോടെയൊക്കെ നടന്നിത് കാണിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കേട്ടോ, ഒരു റാണി പി സദാശിവം എന്ന് പറയുന്ന ഒരു സ്ത്രീ, വേറെ ആരും കുറച്ച് പേരൊക്കെ കമൻറ്റുകൾ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിലും ഇവരുടെ കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ അവർ ആ കുട്ടിയെക്കുറിച്ച് ഇടുന്നത്, ആ ടീച്ചറിനെ കുറിച്ച് ഇടുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി വീണ്ടും കമൻറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കണം. അപ്പം ഒരിക്കൽ ഈ ദീപ്തി ടീച്ചർ ഇവരെ വിളിക്കുന്ന റാണിയക്കാന്നാണ് ദീപ്തി ടീച്ചർ. ഞാൻ പലപ്പോഴും ഇവർക്ക് അക്ക എന്നുള്ള സ്ഥാനം കൊടുക്കാനുള്ള ഇതുണ്ടോ എന്ന് ഞാനിപ്പോഴും ആലോചിക്കും. എന്നാലും ആ കുട്ടി അങ്ങനെ വിളിച്ച റാണിയക്കാന്ന്. വേറെ ഏതോ ചാനലുകളിൽ വന്നിരുന്ന് ഇവർ മോശം പറഞ്ഞിട്ട് ആ ചാനലുകാർ പോയി ഇവരൊരു കടയിൽ നിൽക്കുന്നത് പിടികൂടുകയൊക്കെ ചെയ്തു. എന്നിട്ട് കടക്കാരനോട് ഇവർ പറഞ്ഞിട്ട് പോരുകയൊക്കെ ചെയ്തു, ഒരു മഹാമോശ സ്ത്രീയാന്നൊക്കെ, ഇവരിങ്ങനെ കമൻ്റ് ഇടുന്ന സ്ത്രീയാന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയൊക്കെ ചെയ്തായിരുന്നു. എങ്കിലും ഈ പുള്ളിക്കാരി കേസ് കൊടുക്കും, കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെയാണ് ദീപ്തി പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണെങ്കിലും ആ റാണി പി സദാശിവം എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ഒരു മോളുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഒക്കെ അവർക്ക് ആവശ്യത്തിനുള്ള മെസ്സേജ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. എങ്കിലും ഈ കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും ദീപ്തി പറഞ്ഞു, ഇത് അവർ മഹാവൃത്തികേടെ എഴുതി വയ്ക്കുന്നത്. അതായത് ഏറ്റവും വലിയ സങ്കടം. നമ്മൾ കമൻ്റ് ഇടുക, നമ്മളൊരാളെ വിമർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ വിമർശിക്കുക അല്ലേ. ഇത് ചുമ്മാ മോശം വേർഡുകൾ ഉപയോഗിച്ച് അവരിങ്ങനെ കമൻറ്റുകൾ ഇടണ വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ അവിഹിതമാണ് അങ്ങനെ അതൊക്കെയാണ് അവർക്ക് പ്രാധാന്യം. ദീപ്തി പറഞ്ഞു, വിവാഹം ശേഷം കുറച്ച് ചാനലുകളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജാണ്, ഞങ്ങളുടെ 2 കൂട്ടരുടെയും വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമാണെന്ന്. അത് ശരിയാണ്. കാരണം ദീപ്തിയുടെ രണ്ടാമത്തെ വിവാഹമായത് കേട്ടോ. ആദ്യത്തെ വിവാഹത്തിൽ
ഒത്തിരി ദുഃഖങ്ങൾ ആ കുട്ടി അനുഭവിച്ച നമുക്കറിയില്ല. അങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ, ഇല്ലേ? ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അയാളെ ഉറക്കില്ലായിരുന്നു, രാത്രിയിൽ ഉപദ്രവിക്കുമായിരുന്നു. ഇതൊക്കെ ദീപ്തി ആ ശ്രീകണ്ഠൻ നായർ ഷോയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് തന്നെയല്ല, അങ്ങനെയുള്ള ഒരാളുടെ ഉറങ്ങുന്നത് ഈ അടുത്ത കാലത്താണെന്നാണ് പറയുന്നത്. അത് തന്നെയല്ല, ആ കുട്ടിക്ക് ഒത്തിരി ഫിറ്റ്സ് പോലെ അസുഖങ്ങളും ഒക്കെയുള്ള ഒരു കുഞ്ഞാണ് ഈ ദീപ്തി എന്ന് പറയുന്നത്. അപ്പം ഒരാളെ വേദനിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അല്ലേ? എത്ര കഠോര ഹൃദയനാണെങ്കിൽ പോലും കുറേ നാൾ നമ്മളിങ്ങനെ നെഗറ്റീവ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സും വല്ലാതെയാവും. എന്താ ഇങ്ങനെ പറയണേ എന്നൊരു ചിന്ത വരും, ഇല്ലേ? ശരിക്കും എനിക്ക് സങ്കടം വന്നേ. ഇന്നലെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ഈ സ്ത്രീ വന്ന് അതിൻ്റെ അടി കമൻറ്റ് ചീത്തയായ മോശമായ ഇവർ പറഞ്ഞതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിൻ്റെ കേടായത്? ഇവർക്ക് വല്ല മാനസിക രോഗം ഉണ്ടെങ്കിൽ ഇവർ വേറെ വല്ലയിടത്ത് പോയി ചികിത്സിക്കുക. ഈ പാവപ്പെട്ട വല്ലവരും ആരെങ്കിലും ഈ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുന്ന കാണുമ്പം അവരെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലേ? ഇപ്പം ദീപ്തി ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസുമായിട്ട് അവരുടേതായ ആ മാന്യത വെച്ച് അവർ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഇവർക്ക് മാന്യത ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ വന്ന് പിന്നെയും ഈ കമൻ്റ് ഇട്ട ഈ പെൺകുട്ടീനെ ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു കുശുമ്പെന്നോ അസൂയയെന്നോ ഒക്കെ കൂടുതലായി ഇത് വരുമ്പോഴാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഓർത്ത് നോക്കി, ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അടി വന്നിട്ട് മഹാമോശമായിട്ട് കമൻ്റ് ഇടുന്നവരെ ശ്രദ്ധിച്ചു നോക്കി, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചായിരിക്കും അവർ കമൻ്റായിട്ട്. സ്ത്രീകളെ ഇഷ്ടമില്ലാതെ വരുന്ന എന്നാണെന്നറിയാമോ? ഈ പല സ്ത്രീകളുടെ പുറകെ നടന്ന ശേഷം അവർക്ക് അമ്മേനെ ഇഷ്ടമല്ല, പെങ്ങന്മാരെ ഇഷ്ടമല്ല, ഭാര്യനെ ഇഷ്ടമല്ലാണ്ട് വരുന്നവരാണ് ഈ മറ്റുള്ള സ്ത്രീകൾ എന്ത് കാണിച്ചാലും അതിനെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും. സത്യമായ കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഞാൻ മോശമായിട്ട് പറഞ്ഞൊന്നുമല്ല. അവർക്ക് അങ്ങനെ മറ്റുള്ള സ്ത്രീകളും അതുപോലെ തന്നെയായിരിക്കും എന്നാണ് വിചാരം. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. ഈ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളായിരിക്കും. പിന്നെയുണ്ടല്ലോ, ഇവർക്കൊരു മക്കളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം. കാരണം ഇവർ ഈ ഇടുന്ന കമൻറ്റുകളും ഇവരെക്കുറിച്ച് വരുന്ന ഈ റാണി പി സദാശിവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എല്ലാ യൂട്യൂബർമാരും ഇടുന്ന വീഡിയോകളൊന്നും ജന്മത്ത് പോകുന്നതല്ല. ഒരു കാലത്ത് ആ മക്കൾ വലുതായി വരുമ്പോൾ ആ മക്കൾ ഈ വീഡിയോകൾ കാണില്ലേ? അമ്മ ഇങ്ങനത്തെ സാധനമായിരുന്നു എന്ന് മനസ്സിലാക്കി ഈ അമ്മേനെ എടുത്ത് മുറ്റത്തിടുവല്ലേ ഉള്ളൂ മക്കൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആ അമ്മേനെയൊക്കെ കണ്ടം വഴി മക്കൾ ഓടിക്കും. എന്തിനാ വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നത്? അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ അവർക്കിഷ്ടമല്ല, അവർ കാണണ്ടാന്ന് വെച്ചാൽ പോരെ. അവർക്ക് ഈ വീഡിയോ ഇഷ്ടമല്ല, ദീപ്തി ടീച്ചറിന് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ഇഷ്ടം പോലെ പേരുണ്ട്. അവരത് കാണണ്ടാന്ന് വെക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരുടെ പുറകെ നടന്ന് അവരെ കുത്തി നോവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? അത് കുത്തി നോവിക്കുക തന്നെയല്ല, അവർക്കൊരു കുഴപ്പമില്ലായിരിക്കും. ഇപ്പം ദീപ്തി ടീച്ചറിന് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറിൻ്റെ ചുറ്റും സഹോദരങ്ങളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്, പൂർണ്ണ സപ്പോർട്ടുണ്ട്. അവർക്കത് ബാധിക്കില്ല. ഈ എഴുതുന്നവർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇത് നമ്മളെ കമൻറ്റ് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വായിക്കുമ്പോൾ എന്തൊരു മോശമായതെന്നൊന്ന് ചിന്തിച്ചു നോക്കി. അവർക്ക് തന്നെ ഒരു ഇതെന്ത് എങ്ങനെ എഴുതുന്നതെന്ന് വിചാരിക്കും. ദീപ്തി ടീച്ചർ ഇങ്ങനെയുള്ള ഒരാളാണോ എന്ന് ചിന്തിക്കും, ഇല്ലേ? നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തെ ഊണ് മേടിച്ചു കൊടുക്കാൻ സാധിക്കില്ല, എന്നിട്ടാണ് നമ്മൾ വാച്ച് മേടിച്ചോണ്ട് നടക്കണേ, അല്ലേ? ആ കുട്ടി എന്തോരം പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന കുട്ടിയാണെന്നറിയാവോ? ഒത്തിരി പേർക്ക് ആ കൊച്ചു സഹായം ചെയ്യുന്നുണ്ട്. അതിനധികം പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. എന്തിനാ ഇങ്ങനെ എൻ്റെയൊക്കെ മകളാകാൻ പ്രായമേ ഉള്ളൂ. അതിൻ്റെ പുറകെ നടന്നിങ്ങനെ എനിക്കാണെങ്കിൽ സഹിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഈ പുറകെ നടന്ന് ഇത് മോശം വർത്തമാനങ്ങൾ, നല്ല വാക്കുകൾ പറഞ്ഞ് വിമർശിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം. അതിൽ നിന്ന് നമുക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് വരേണ്ടൊക്കെ എന്തൊക്കെയോ ചോദിച്ചു, അതിനൊക്കെ എനിക്കത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തത്. കാരണം അങ്ങനെയുള്ള വിമർശനങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടോയെന്ന്. ഇത് നമ്മൾ ഒരാളെക്കുറിച്ച് അറിയാൻ മേലാത്ത ആകെ ബത്ത് തന്നെ യൂട്യൂബിൽ കൂടെ നിങ്ങൾ കാണുന്നു. ആ കാണുന്ന ദീപ്തി ടീച്ചറിന് ഇവരെ ആരെങ്കിലും അറിയാവോ? ഇല്ല. അറിയാവുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ. അവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കുറച്ച് പേരെ മാത്രം ചിലപ്പോൾ അറിയാതിരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ച് യാതൊന്നും അറിയാതെ നമ്മൾ വിമർശിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് ആ സ്ത്രീക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബോധം, ആരെങ്കിലും ഈ വീഡിയോകളൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അറിയുന്നവർ അവരോട് പറഞ്ഞത് നിങ്ങളിങ്ങനത്തെ പണിക്ക് പോവണ്ട എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അവരുടെ കുടുംബത്തിന് നല്ലതല്ലേ? അവരൊരു കടയിൽ എങ്ങാണ്ട് സെയിൽസ് ഗേളായിട്ട് എങ്ങാണ്ട് നിൽക്കുന്ന സ്ത്രീ എങ്ങാണ്ട, അവർക്ക് എന്തിൻ്റെ കേടാണെന്നാണ് മനസ്സിലാകാത്തത്. അത് തന്നെയല്ല, ദീപ്തി ടീച്ചർക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കുറിച്ച് ആ പുള്ളിക്കാരി ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ദീപ്തി.
അതായത് ആ കുഞ്ഞിനെ ഞാൻ എടുത്തു വളർത്തുന്നതാണ്. അങ്ങനെ അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം അതിനെ നോക്കാൻ സാധിക്കുന്നില്ല. അവർ എറണാകുളത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത്. അവരാവശ്യപ്പെടുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ തിരിച്ചവർക്ക് കൊടുക്കും. അതുവരെ ഞാനായിരിക്കും അതിൻ്റെ അമ്മ, കുഞ്ഞുവാവയായിരിക്കും അതിൻ്റെ ഹസ്ബൻഡ്, ദീപ്തിയുടെ ഹസ്ബൻഡായിരിക്കും അച്ഛൻ. അത് തന്നെയല്ല, ദീപ്തിയുടെ ആ ബിനീഷ് എന്നങ്ങാണ്ട ആ പയ്യനാണെങ്കിൽ ആ കുഞ്ഞിനെ നല്ല രീതിയിലാണ് നോക്കുന്നത്. ആ കൊച്ചിന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അവരെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നത്. ഇനി ഭാവിയിൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ, അവർക്ക് അതിനുള്ള ബോധമുള്ള മനുഷ്യരാണ്. അവർ വളർത്തുമെങ്കിൽ വളർത്തും. അവരുടെ മകനെ പോലെ തന്നെ ഇപ്പോൾ വളർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരതുപോലെ തന്നെ വളർത്തും. ഇനിയൊരു കുഞ്ഞുണ്ടായാലും അതെന്നോർത്ത് മറ്റുള്ളവർ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ലേ? മറ്റുള്ളവർക്ക് എന്തിൻ്റെ കേടാ? ഇല്ലേ? ഈ റാണി പി സദാശിവത്തിനോ ഒക്കെ എന്തിൻ്റെ കേടാ? അവരെ വളർത്തും. ഇന്നലെ എനിക്ക് തോന്നുന്ന ഒരു സെലിബ്രിറ്റിയുടെ കല്യാണ വീഡിയോ വൈറലാകുന്നേക്കാളും കൂടുതൽ ദീപ്തിയുടെ കല്യാണ വീഡിയോ വൈറലായിട്ടുണ്ട് എന്താണേലും. ഇല്ലേ? ദീപ്തിയുടെ കല്യാണ വീഡിയോ ഒത്തിരി എല്ലാ ചാനലുകളും തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലുകളെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് ദീപ്തിയുടെ. അതുപോലെയുള്ള ഒരു കുട്ടിയാണ് ദീപ്തി. കാരണം ഒന്ന് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് ദീപ്തിയുടെ ചാനൽ. ഞങ്ങൾ ഇങ്ങനെയാ ഇരിങ്ങാലക്കുടക്കാരായ ഞങ്ങളിങ്ങനെ സീതത്തോട് എന്ന് പറഞ്ഞ സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ നല്ലൊരു ചുമ്മാ സ്വാഭാവികം, ഒരു പൊങ്ങച്ചവും കാണിക്കാത്ത വീഡിയോ. അതാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. യാതൊരു പൊങ്ങച്ചം പറയുന്നുമില്ല, യാതൊരു പൊങ്ങച്ചം കാണിക്കുന്നുമില്ല. സ്വാഭാവികം ഉള്ളതും മാത്രം. കുറേ പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം, കുറേ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഈ ജോലി ചെയ്യാൻ പോകുന്നു, ഓടി നടക്കുന്നു, ഇങ്ങനെ നടക്കുന്ന അല്ലേ. ഒരു ദിവസത്തെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടു, ഇങ്ങനെ ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കണല്ലേ, ബൊമ്മ, കൃഷ്ണനും രാധയും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആ റോഡ് സൈഡിൽ വിറ്റുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് പോയിട്ട് ആ കുട്ടികൾക്ക് ബലൂണും അവർക്ക് ഭക്ഷണങ്ങളും ഒക്കെ മേടിച്ച് ചുമന്ന് കൊച്ചു എന്നും വിളിക്കുന്ന ഒരു പയ്യനുണ്ട് കൂടെ, ഇപ്പോൾ ക്യാമറയൊക്കെ എടുക്കുന്ന നല്ലൊരു പയ്യൻ, നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പയ്യൻ. അപ്പം ആ പയ്യനും കൂടി ചുമന്ന് കൊണ്ടുപോയി ഈ കുഞ്ഞുവാവയൊക്കെ കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ വീട് ഇരുന്നിട്ട് ഒരു കൃഷ്ണനെ മേടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ്. അങ്ങനെയൊക്കെ കാണിക്കുന്ന അതും ആര് കാണിക്കുന്നുണ്ട്? ഈ റോഡ് സൈഡിലൊക്കെ എടുത്ത് പാവ വയ്ക്കുന്ന മനുഷ്യർക്ക് ഒരു ബിസ്ക്കറ്റെങ്കിലും നമ്മൾ ആരെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആരും മേടിച്ചു കൊടുക്കാറില്ല. അവരവിടെ ഇരുന്ന് പ്രതിമകൾ വിൽക്കുന്നു, അത്രമാത്രം. അങ്ങനെയുള്ളവർ. അതേപോലെ ഈ സെക്യൂരിറ്റി ആയിട്ട് വണ്ടിയൊക്കെ ഹോട്ടലുകളുടെ മുമ്പിൽ നിന്ന് ഹോട്ടലുകളുടെ ഈ ബോർഡും പിടിച്ചു നിൽക്കുന്ന ചേട്ടന്മാർക്ക് ആരെങ്കിലും ഒരു 5 പൈസ കൊടുക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ഇവരെ സഹായിക്കട്ടെ എന്ന് വരിക, ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യട്ടെ എന്ന് വിചാരിക്കാനുള്ളതിന് അതും കൂടെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കുറേ എണ്ണങ്ങൾ. എന്നോർത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നോർത്തോണ്ടെന്നോ അവരവരുടെ പ്രവൃത്തി നിർത്തുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പം ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. പിന്നെ ആ കുഞ്ഞ് അവരുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ ആ ദീപ്തി എടുത്തു വളർത്തുന്ന കുഞ്ഞ് അങ്ങനെയാണ്, അവിഹിതമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ദീപ്തി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ എങ്ങനെയാണേലും ഒരു 2 വർഷം ആയിട്ട് വീഡിയോ കാണുന്നവരുണ്ട്. ഞാനൊരു 5-8 മാസമായിട്ട് കാണുന്നുണ്ട്. ദീപ്തി ഗർഭിണിയായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇങ്ങനെ ദീപ്തിയുടെ കുഞ്ഞാവുന്ന, ദീപ്തി എടുത്തു വളർത്തുന്നതെന്ന് ദീപ്തി ഒരു ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം പിന്നെ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പറയുന്നവരും ഇങ്ങനെ വീഡിയോ ഇടുന്നവരും ഒന്ന് ചിന്തിക്കുക. എന്തിനാണ് നമ്മൾ ചെയ്യുമ്പം ഒരാളുടെ ഭാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോഴും അവർ സ്വന്തം മകനെ പോലെ വളർത്തുന്ന കുഞ്ഞാണത്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ചുമ്മാ നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പറയാവുള്ളൂ. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ വല്ലവരും പറഞ്ഞു കേട്ടു, നമ്മൾ വല്ലവരും പറഞ്ഞു, നമ്മൾ കണ്ണും കൊണ്ട് കണ്ട് നമ്മളെ വിശ്വസിക്കുന്ന മാത്രമേ നമ്മൾ പുറത്ത് പറയാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ കിടന്നിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് പറയരുത്. അതല്ലേ ശരി? ഒത്തിരി പേരുണ്ട്, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അവരെക്കുറിച്ച് അങ്ങനെയാട്ടോ പറയുന്നത്, ഇവരെക്കുറിച്ച് ചിലപ്പോൾ അടുത്തറിയുമ്പം അവരങ്ങനെ ഒരു മനുഷ്യരെ ആയിരിക്കില്ല. പിന്നെ എന്തിനീ പണിക്ക് പോകുന്നത് നമ്മളല്ലേ? ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. നമുക്ക് ആകെ ചെയ്യാവുന്ന ദീപ്തിക്ക് വേണ്ടിയിട്ട് നല്ലൊരു കുടുംബജീവിതം ഇനി ആ കുഞ്ഞിനുണ്ടാകട്ടെ. ആ കുഞ്ഞ് ഒത്തിരി ദേഹോപദ്രവം ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ഏറ്റ പെൺകുട്ടിയാണ്. രക്ഷയില്ലാണ്ട് കൂടി അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന കുട്ടിയാണ്. അച്ഛൻ വിദേശത്തൊക്കെ ആയിരുന്നു, കഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ വളർത്തി ഇത്രയൊക്കെ എത്തിച്ചതാണ്.
അപ്പം ആ കൊച്ചിന് നല്ലത് വരുത്താനില്ല നമ്മൾ. എന്നിട്ടും അതിങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി, ഒത്തിരി സാമ്പത്തിക പരാധീനത ഒത്തിരി അനുഭവിച്ചു, എല്ലാം നശിച്ചു പോയി. പിന്നെ പണിയെടുത്തും ഒക്കെ അവരിങ്ങനെ ഫാം ഉണ്ടാക്കിയും ഒക്കെ കഷ്ടപ്പെട്ട് അവരിപ്പം ഈ ചാനലിൽ കൂടെയൊക്കെ നല്ല നിലയിലെത്തി വന്നത്. എനിക്ക് തോന്നുന്നു നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? അത് നല്ല നിലയിൽ ഒത്തിരി നന്മ ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആരെ സഹായിക്കാതെ അവനവൻ തന്നെ രക്ഷപ്പെട്ട് നല്ല നിലയിലെത്തുന്നവരെ നമ്മൾ സ്വന്തം കാര്യം നോക്കുന്ന എത്രയോ ചാനലുകാരുണ്ട് അല്ലേ? ഒരു മനുഷ്യർക്കും ഒരു ഉപകാരം ചെയ്യാത്ത എത്രയോ പേരുണ്ട്. അവനവൻ്റെ കിട്ടുന്ന പൈസ അവനവന് മാത്രം എന്ന്. ഇതങ്ങനെയല്ല. ഇതിന് കിട്ടുന്ന പൈസ മുഴുവൻ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി നടക്കുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള കുട്ടികൾ. അങ്ങനെയുള്ള പെൺപിള്ളേരായിരിക്കണം, ആൺപിള്ളേരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അത് ദീപ്തിയിലൂടെ ഞാൻ കണ്ടെത്തും. ഞാൻ ശരിക്കും ഞാൻ എന്തോരം പ്രായം മൂത്തായിരിക്കും ചിലപ്പോൾ ദീപ്തിയെക്കായാലും. പക്ഷേ ഞാൻ ശരിക്കും ആരാധിക്കുന്ന, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയത് ദീപ്തി. അതിൻ്റെ കല്യാണം കണ്ടപ്പോൾ എൻ്റെ വീട്ടിലൊരു കല്യാണം നടന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ലീവ് എടുത്ത് ആ കല്യാണം കാണാനിരുന്നു. അതൊന്ന് ഓർത്ത് നോക്കി. ജോലിയുള്ള കുറച്ച് പേര് ആ കല്യാണം കാണാൻ വേണ്ടി ലീവ് എടുത്തിരുന്നവരുണ്ട്. അപ്പോൾ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അവരെക്കുറിച്ചാണ് ഈ മോശം പറയുന്നത്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം, അവർ മോശമാണ് ചെയ്തത്, ഇത്രയും കാര്യം നല്ലത് ചെയ്തിട്ട് ഇനി തെറ്റാ ചെയ്തേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരൊരു തെറ്റും ചെയ്തില്ലല്ലോ. ചെയ്യാത്ത കുറ്റത്തിന് അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ അവരുടെ കുഞ്ഞിനെ എടുത്ത് ആരാണ്ട് തട്ടിപ്പിടിച്ചോണ്ട് നിന്നു, കുറേ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിടിച്ചു പറിച്ച് മേടിച്ചുകൊണ്ട് പോയി കൊച്ചിനെ തിരിച്ചു കൊടുക്കില്ലായിരുന്നു. ആരുടെ കുഞ്ഞാന്ന് പറഞ്ഞാൽ മാത്രമേ. ഇതൊക്കെ മറ്റുള്ളവർ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അവരാ കുഞ്ഞിനെയും കൊണ്ട് കെട്ടിയൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇല്ലേ? ആ കുഞ്ഞിനെ എടുത്ത് വീഡിയോക്കൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, കുടുംബാംഗങ്ങളുടെ കൂടെയൊക്കെ. ഇത് പിന്നെ മറ്റുള്ളവർ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? എന്തിനെ തട്ടിപ്പറിക്കാൻ പോകുന്നത്? ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് ആരെങ്കിലും വളർത്തട്ടെ. എന്തോരം പേര് മക്കളെ എടുത്ത് വളർത്തുന്നവരുണ്ട് ഇല്ലേ? എടുത്ത് വളർത്തുന്ന ഒത്തിരി പേരില്ലേ? മക്കളില്ലാത്ത എന്തോരം പേര് മക്കളെ എടുത്ത് വളർത്തുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ മാനസികമായിട്ട് വേദനിപ്പിക്കും. എനിക്കത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിയുണ്ടാട്ടെ ഇങ്ങനത്തെ ഒരു വീഡിയോ. എന്തിനാ ഇങ്ങനെ പുറം നടന്ന് മാനസികമായിട്ട് ഓരോരുത്തരെ വേദനിപ്പിക്കുന്നതെന്ന്. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണെങ്കിൽ പോലും, ആരാണെങ്കിൽ പോലും, സമൂഹത്തിലുള്ള ആരാണ്, നമ്മുടെ അടുത്തുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് ശരിക്കും ദീപ്തിയുടെ കല്യാണം നടന്നത് എൻ്റെ വീട്ടിൽ നടന്ന പോലെ ഞാനത് ഫുള്ളിരുന്ന് കാണുകയൊക്കെ ചെയ്തു. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു. സിമ്പിള്, യാതൊരു വെച്ച് കെട്ടുമില്ലാത്ത, എന്നെന്ന് പറയണേ ഒരു മേക്കപ്പ് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു പെൺകുട്ടി. ഇന്നലെ പറഞ്ഞിട്ട് മേക്കപ്പ് പോലും അധികം ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ. വേറെ ഉള്ളവരാണെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് മേക്കപ്പൊക്കെ ചെയ്തില്ലേ? പക്ഷെ എങ്കിലും ഭയങ്കര സുന്ദരിയായിട്ട് എന്നാലും അവർ നല്ല രീതിയിൽ ഒരുക്കി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് പോകുന്ന കണ്ടപ്പം ഒരു സന്തോഷം. നമ്മുടെ വീട്ടിലൊരു കൊച്ചിൻ്റെ കല്യാണം നടന്ന പോലെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എനിക്കും എൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നി. എല്ലാവിധ മംഗളാശംസകളും ആ കുട്ടിക്കുണ്ടാകട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഇനിയുള്ളൊരു ജീവിതം സന്തോഷമായിരിക്കട്ടെ. ഇനി എന്നാണേലും ആ പയ്യൻ ദീപ്തിയെ നല്ലപോലെ നോക്കും അല്ലേ? 2 വർഷത്തെ പരിചയമുണ്ട് അവർ തമ്മിൽ. ആ പയ്യൻ ഇവരുടെ വീട്ടിൽ വന്ന് ജോലിക്ക് വന്ന പയ്യനാണല്ലോ. അപ്പം അതിന് നല്ല പരിചയമുള്ളതുകൊണ്ട് ഇനിയുള്ള ജീവിതം സന്തോഷമായിരിക്കും, ഉറപ്പായ കാര്യമായിരിക്കും. അപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും എല്ലാവിധ ഐശ്വര്യങ്ങളും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.